إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ഉള്ളവരെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മളെ അള്ളാഹു ഇണകളായി ആണും പെണ്ണുമായി പടച്ചു എന്നത്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺതുണയില്ലാതെ ജീവിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺതുണ ഇല്ലാതെ ജീവിക്കുക എന്നത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത നൽകുകയും ഏറെ മഹത്വം പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ആണും പെണ്ണും വിവാഹിതരാവുക, നിക്കാഹ് ചെയ്യുക എന്നത്. ഇന്ന് സുബ്ഹാനല്ലാഹ് യുവാക്കൾ, ചെറുപ്പക്കാർ, അതുപോലെ ധാരാളം ആളുകൾ ഇക്കാര്യത്തിൽ വലിയ അലംഭാവം കാണിക്കുന്നത് കാണുന്നു. ഒരു ഭാഗത്ത് വിവാഹം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കാത്ത വിധത്തിലുള്ള അനാവശ്യമായ മാമൂലുകളും തടസ്സങ്ങളും നിബന്ധനകളും വെച്ച് വിവാഹത്തെ അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ച് അങ്ങനെ ഒരു അവസ്ഥ. മറ്റൊരു ഭാഗത്ത് വിവാഹം തന്നെ വേണ്ട, അത് എന്തോ ഒരു അപകടം പിടിച്ച ഒരു സംഗതിയാണ്, അത് ജീവിതത്തെ വലിയ പ്രയാസകരമാക്കുന്ന വലിയൊരു കുടുക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണ, തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന വേറെ ഒരു വിഭാഗം ചെറുപ്പക്കാർ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ സംവദിക്കുന്നത്, സംസാരിക്കുന്നത് മനുഷ്യന്റെ പ്രകൃതിയോടാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളെയും അവന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെയും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മേഖലയിലും ഇടപെട്ടതുപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വൈവാഹിക ജീവിതത്തിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല വിവാഹത്തെക്കുറിച്ച് പ്രയോഗിച്ച പ്രയോഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഒരു മീസാഖുൻ ഗലീദ്, കനപ്പെട്ട ഗംഭീരമായ വളരെ ഉറച്ച ഒരു കരാറിലാണ് നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ കനപ്പെട്ട, അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ള, വളരെ ഗംഭീരമായ ഒരു കരാറാണ് യഥാർത്ഥത്തിൽ നിക്കാഹ്, വിവാഹം
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. മാത്രമല്ല ഏറെ മഹോന്നതനായ റബ്ബ് താൻ തന്റെ അടിമകൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വലിയൊരു അനുഗ്രഹമായി അല്ലാഹു പറയുന്നത് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു ഇതാ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ പടച്ചു എന്നതാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ റബ്ബ് മഹത്തായ കാര്യങ്ങളെ എടുത്തു പറഞ്ഞിട്ടല്ലാതെ ഒരു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നു എന്ന് പറയുകയില്ല. നിസ്സാരമായ കാര്യത്തെക്കുറിച്ച് അല്ലാഹു അങ്ങനെ പറയുകയില്ല. മറിച്ച് വളരെ മഹനീയമായ ഒരു കാര്യമാണ് നിക്കാഹ് എന്നതുകൊണ്ട്, ഇണകളായി അല്ലാഹു തന്റെ മനുഷ്യരെ പടച്ചു എന്നതുകൊണ്ടാണ് റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു ആകട്ടെ നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്ന് അല്ലാഹു അവൻ ചെയ്ത അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അല്ലാഹു അദീമാണ്, അങ്ങേയറ്റം മഹോന്നതനാണ്. അദീമായ കാര്യത്തെ കൊണ്ടല്ലാതെ അല്ലാഹു ഇത്തരത്തിൽ സംസാരിക്കുകയില്ല. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളെയും പേരക്കുട്ടികളെയും അങ്ങനെ നിങ്ങളുടെ മനുഷ്യന്റെ കുലം തലമുറ അല്ലാഹു നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് റബ്ബ് പറയുകയാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ ഒരു കാര്യമാണ്. നിസ്സാരമായി എനിക്ക് വിവാഹം വേണ്ട, എന്തേ കാരണം, എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. മനുഷ്യന്റെ കുലം, മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള അവന്റെ സുന്നത്താണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗംഭീരമായ ആശ്ചര്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ട് അത്ഭുതം കൂറാറുണ്ട്. അങ്ങനെ അനേകം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു പറയാണ് വമിൻ ആയാതി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇതിനെയാണ് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നത്. അള്ളാഹു കാക്കട്ടെ. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ വലിയ അനാവശ്യമായ കെട്ടിക്കുടുക്കുകൾ ഉണ്ടാക്കി ചെറുപ്പക്കാർക്ക് വലിയ ഒരു പ്രയാസമാക്കി വിവാഹത്തെ തോന്നിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകും. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ നിങ്ങളുടെ ഇണകളിലേക്ക് ശാന്തമായി സമാധാനമായി നിങ്ങളുടെ ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി, നിങ്ങൾക്ക് അവരിലേക്ക് ചാഞ്ഞ് അവരിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഖൽബുകൾക്കിടയിൽ മവദ്ദ, സ്നേഹം അല്ലാഹു ഇട്ടു തന്നു. വലിയ സ്നേഹത്തിനാണ് മവദ്ദ എന്ന് പറയാം. വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യത്തെ നിക്ഷേപിക്കുന്നത് റബ്ബാകുന്നു, അത് ഇട്ടുതരുന്നത് റബ്ബാണ്. അല്ലെ, പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണിനെ കാണുന്നു, അവളെ ഇഷ്ടപ്പെടുന്നു, നിക്കാഹ് ചെയ്യുന്നു, അല്ലാഹു അവർക്കിടയിൽ സ്നേഹവും ഇഷ്ടവും കാരുണ്യവും ഇട്ടുകൊടുക്കുന്നു. അല്ലാഹുവിന്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. അതുവരെ പരിചയമില്ലാത്ത, യാതൊരു തരത്തിലും ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരാണിനെയും പെണ്ണിനെയും തമ്മിൽ അള്ളാഹുവിന്റെ നാമത്തിൽ യോജിപ്പിക്കുന്ന നേരത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുക്കുന്ന വലിയ ദൃഷ്ടാന്തം നമ്മുടെയൊക്കെ വിവാഹ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതല്ലേ, അറിഞ്ഞതല്ലേ. അല്ലെ, ചില ഇണകളെ, ചില ഭാര്യ ഭർത്താക്കന്മാരെ കാണുമ്പോൾ വിവരമില്ലാത്ത ചില ആളുകൾ പറയും, എങ്ങനെയാണ് അവര് ഒരുമിച്ച് ജീവിക്കുന്നത്, ഭയങ്കര അത്ഭുതമാണ്, രണ്ടാളും തമ്മിൽ വലിയ അന്തരം എന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ വർത്താനം പറയും, ഗീബത്തായി പറയും. അല്ലാഹു അത്തരം വർത്തമാനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ പിന്നെ ചിന്തിക്കുമ്പോ പറയും അവർക്ക് തമ്മിൽ വലിയ ഇണക്കമായിരിക്കും. അല്ലെ, ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഇണക്കായിരിക്കും. അല്ലാഹു അക്ബർ. ഇത് റബ്ബിട്ട് കൊടുക്കുന്നതാണ്, വേറെ ഒരാൾക്കും ഇത് സാധിക്കുകയില്ല. ഒരു ഭൗതികമായ ഒരു സംവിധാനത്തിനും ഈ ഒരു സ്നേഹവും കാരുണ്യവും ഖൽബിലിട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വൈവാഹിക ബന്ധങ്ങളിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
തീർന്നില്ല. സഹോദരങ്ങളെ, വിശ്വാസികളെ, അമ്പിയാക്കളുടെ ആദം അലൈഹിസ്സലാം മുതൽ കടന്നു വന്നിട്ടുള്ള എല്ലാ നബിമാരുടെയും സുന്നത്തായി, അവരുടെ ചര്യയായി അള്ളാഹു എടുത്തു പറഞ്ഞത് വിവാഹമാണ്. നിങ്ങൾ ആലോചിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുന്നേ ഞാൻ ഒരുപാട് നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നമുക്ക് നിങ്ങൾ അള്ളാഹു അമ്പിയാക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യം പറയണം. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്ക് ഞാൻ ഇണകളെയും സന്താനങ്ങളെയും നൽകി. അല്ലാഹു അക്ബർ. മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, മരത്തണലിൽ ഇരുന്നു കൊണ്ട്, അള്ളാഹുവേ, നീ എനിക്ക് നൽകുന്ന എല്ലാ ഖൈറിലേക്കും ഞാൻ ആവശ്യക്കാരനാണ്. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കൊണ്ടുവന്നു കൊടുത്ത ആദ്യത്തെ ഖൈർ എന്താണ് ഖൈറ്? ആ 2 പെൺകുട്ടികൾ പിന്നെ കടന്നു വന്ന് ഉപ്പയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉപ്പ പറയുന്നു, എന്റെ അടുക്കൽ താമസിച്ച് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് മഹറായി എടുത്തുകൊണ്ട് എന്റെ ഒരു മകളെ നീ വിവാഹം ചെയ്യുക. ആ ഖൈർ, ആ നന്മ, അതിനെയാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നിസ്സാരമായി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, ഏതൊക്കെയോ കാഫിറുകൾ തമ്മാടികൾ പറഞ്ഞുണ്ടാക്കിയ വർത്തമാനങ്ങളിൽ വീണുപോയിട്ട് നിസ്സാരമായി തട്ടിക്കളയുന്നത്, ചെറിയ ദുനിയാവിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തട്ടിക്കളയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നബി, നമ്മളേറെ സ്നേഹിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സുന്നത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് നിക്കാഹ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നി അസൂമു വ അഫ്തിർ, ഞാൻ നോമ്പെടുക്കും, നോമ്പ് ഒഴിവാക്കും. നിർബന്ധ നോമ്പല്ല, സുന്നത്ത് നോമ്പുകളെ കുറിച്ച്. വഉസല്ലി വഅർഖുദ്, രാത്രിയിൽ ഞാൻ നിസ്കരിക്കും, ഉറങ്ങുകയും ചെയ്യും. വഅതസവ്വജുൻ നിസാ, ഞാൻ വിവാഹം കഴിക്കുന്നവനാണ്, വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ സുന്നത്തിനോട് എതിര് നിൽക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല. കണ്ടോ, റസൂലുള്ളാഹിയുടെ സുന്നത്താണ് നിക്കാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. ചില ഉലമാക്കൾ, പണ്ഡിതന്മാർ ധാരാളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുക എന്നത് അവന്റെ മേൽ വാജിബായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അക്ബർ. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നികാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വതസവ്വജു, അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യുക. ഫഇന്നി മുകാസിറും ബികുമുൽ ഉമം, എന്റെ ഉമ്മത്തിലെ അനുയായി വൃന്ദത്തെ കൊണ്ട് ഞാൻ അല്ലാഹുവിങ്കൽ അഭിമാനം കൊള്ളുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ കാന ദാ ഖൗലിൻ ഫൽയൻകഹ്, ആർക്കെങ്കിലും വിവാഹം ചെയ്യാനുള്ള കഴിവും സാഹചര്യവും ഉണ്ട് എങ്കിൽ അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. വമൻ ലം യജിദ് ഫഅലൈഹി ബിസ്സിയാം, അങ്ങനെ തീരെ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ രാവിലെ ഇറങ്ങി ഈ ജുമുഅന്റെ സമയം വരെ പലരും അധ്വാനിച്ച ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധ്വാനിക്കാൻ, സമ്പത്ത് ഉണ്ടാക്കാൻ, നല്ലതാണ്, അധ്വാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മാലി ഖൈർ, സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് എന്താണ്? എങ്കിൽ ഞങ്ങളത് ഫനക്തസിബു, ഞങ്ങളത് സമ്പാദ്യമായി ഞങ്ങളത് സൂക്ഷിച്ചു വെക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അഫ്ദലുഹു, നിങ്ങളുടെ സമ്പത്തിൽ വെച്ച് ഏറ്റവും നല്ലത് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന നാവാണ്. വഖൽബുൻ ഷാകിർ, അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന ഹൃദയമാണ്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസൗജതുൻ മുഅ്മിന, മുഅ്മിനത്തായ ഒരു പെണ്ണാണ്, ഇണയാൻ. തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഈമാനിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഒരു ഇണയാണ്, ഒരു ഭാര്യയാണ്. മറ്റു ഹദീസിൽ കാണാം, വംറഅതുൻ സാലിഹ, സാലിഹത്തായ ഒരു പെണ്ണാണ്. വസൗജതുൻ സാലിഹ, സാലിഹത്തായ ഒരു ഇണയാണ്. തുഈനുഹു അലാ ദീനിഹി, തന്റെ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഒരു പെണ്ണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നോക്കൂ നിങ്ങൾ, നല്ല ഇണകളായി പരസ്പരം ദീനിൽ സഹായിച്ച് സഹകരിച്ച് ജീവിക്കുക എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ സ്വത്താണ്, സമ്പത്താണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ നിസ്സാരമായ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് തട്ടിക്കളയും. അല്ലാഹു താക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാഅ, ദുനിയാവ് ഒരു താൽക്കാലിക വിഭവമാണ്, മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാനുള്ളതാണ്. വഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല മതാഅ വിഭവം അതെന്താണ്? അൽ മർഅതു സാലിഹ, സാലിഹത്തായ ഒരു ഇണയാണ്, പെണ്ണാണ്. സന്തോഷത്തിനുള്ള മാർഗം അന്വേഷിക്കുന്നില്ലേ? സന്തോഷത്തിന്റെ മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. ദുനിയാവിലെ 4 കാര്യങ്ങൾ, ദീനിയായ, പിന്നെ ഖുർആനും അതുപോലെയുള്ള ഈമാനും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു സാലിഹ, സാലിഹത്തായ പെണ്ണാണ്. അല്ലാഹു അക്ബർ. 4 കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു സാലിഹ, സാലിഹത്തായ പെണ്ണാണ്. ദീനിന്റെ പകുതി എന്താണ്? ഒരാളുടെ ദീനിന്റെ സംരക്ഷണത്തിന്റെ പകുതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹു അല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സാലിഹത്തായ ഒരു പെണ്ണിനെ ഇണയായി നൽകിയാൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, അല്ലാഹു അവന്റെ ദീനിന്റെ പകുതിയിൽ അവനെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഫല്യത്തഖില്ലാഹ ഫി ശത്രിൽ ബാഖി, ഇനി അവൻ ബാക്കി പകുതി നോക്കിയാൽ മതി. നിങ്ങൾ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ സ്ഥാനം, ഇത്രയും വലിയ വില അല്ലാഹു ഈ ഒരു വിവാഹത്തിന്, ഈ ഒരു നിക്കാഹിന് നൽകിയത്? നമ്മൾ ആലോചിച്ച് നോക്കണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ, ഒരു അടിമ വിവാഹം ചെയ്താൽ അവന്റെ ദീനിന്റെ പകുതി അവൻ പൂർത്തിയാക്കി. ഫല്യത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി, ഇനി ബാക്കി പകുതി നോക്കിയാൽ മതി. ഇത്ര വലിയ കാര്യം, ദീനിന്റെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഴ്സ് തീരട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകണം. ശരിയാണ്, അത്യാവശ്യമാണെങ്കിൽ ഒരു പെണ്ണിന് ജോലിക്ക് പോകൽ അനുവദനീയമാണ്, ഹലാലാണ്. യഥാർത്ഥത്തിൽ ജോലിക്ക് പോകേണ്ടതാണ്. ഇനി നിർബന്ധ ഘട്ടമാണ്, പട്ടിണിയായി പോകും, പ്രയാസമായി പോകുമെങ്കിൽ പെണ്ണിന് ജോലിക്ക് പോകൽ ഹലാലായ ജോലിക്ക് പോകൽ ഹലാലാണ്, ആണിനും പെണ്ണിനും ഒക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ദീനിന്റെ പകുതി തട്ടിക്കളയെന്ന് പറഞ്ഞാൽ, അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നമ്മളുടെ യുവതലമുറകൾക്കും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പൈസ ഉണ്ടാക്കാൻ ഉള്ള എളുപ്പ വഴി എന്താണ്? സമ്പന്നനാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വ ഇമാഇകും, നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാത്ത ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾ വിവാഹം ചെയ്യിക്കണം. അത് നിർബന്ധ ബാധ്യതയാണ്, മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് വിവാഹിതരല്ലാത്തവരെ വിവാഹം ചെയ്യിക്കുക എന്നുള്ളത്. ഭരണാധികാരികൾക്ക് നിർബന്ധമാണ്. അതായത് ആരൊക്കെയാണോ അധികാര സ്ഥാനങ്ങളിലുള്ളത്, മുതിർന്ന ആളുകൾ, അവർക്കൊക്കെ നിർബന്ധ ബാധ്യതയാണ് വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കീഴിലുള്ള അടിമകളായ സ്ത്രീകളെ, പുരുഷന്മാരെ നിങ്ങൾ വിവാഹം ചെയ്യിക്കണം. നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും ദാരിദ്ര്യത്തിലുള്ളവരായിരിക്കില്ല അടിമ സ്ത്രീകളും പുരുഷന്മാരും, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, പൈസ ഇല്ല, ജോലി ഇല്ല, പേടിക്കണ്ട. ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്, അല്ലാഹു അവരെ സമ്പന്നരാക്കുന്നതാണ്, അവർക്ക് ആവശ്യമുള്ളത് അല്ലാഹു കൊടുക്കുന്നതാണ്. നിങ്ങൾ പേടിക്കണ്ട, എങ്ങനെ പോറ്റും, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ അമിതമായി ആശങ്കപ്പെടണ്ട. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അവരെ ധനികരാക്കുന്നതാണ്, അവർക്ക് ആവശ്യമുള്ളത് റബ്ബ് കൊടുക്കുന്നതാണ്. യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായി അറിയുന്നവനാണ്, വിശാലമായി നൽകാൻ കരുത്തുള്ളവനാണ്. പിന്നെന്തിനാണ് പേടിക്കുന്നത്? ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു, നിക്കാഹിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഘിനായിലേക്കാണ് നോക്കേണ്ടത്. അതായത് അള്ളാഹു സമ്പന്നനാണല്ലോ, അള്ളാഹുവിന്റെ സമ്പത്തിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അതാണ് ആദ്യം നോക്കേണ്ടത്, ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. റബ്ബ് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ല, ഇപ്പൊ ചില ചെറുപ്പക്കാരെ കാണാം, എന്താ ഉമർ റളിയല്ലാഹു അൻഹു വെറുപ്പുള്ള ഒരു ശൈലി, അങ്ങനെയുള്ള ഒരു ജീവിതം സ്വീകരിച്ചവർ. എന്താ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅക്റഹു അൻ അറ റജുല തബഹലലൻ,
ഒരു മനുഷ്യൻ സബഹലാകുന്നത് എനിക്ക് വെറുപ്പാണ്. അങ്ങനത്തെ ആളെ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. അന്ത സബഹലൽ ലാ ഫി അംരി ദുനിയ വലാ ഫി അംരി ദീൻ. വെറുതെ മുരടിച്ചിരിക്കുക, വെറുതെ ഇങ്ങനെ തോണ്ടിരിക്കുക. ദുനിയാവിന്റെ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നില്ല, ദീനിന്റെ കാര്യത്തിലുമില്ല. ഒന്നുകിൽ ഇബാദത്തൊക്കെ ചെയ്ത് ദീനിന്റെ കാര്യത്തിൽ സജീവമാകണം, അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ അധ്വാനിച്ച് ജോലി ചെയ്ത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും മുഅ്മിനീങ്ങൾക്കും ഉപകാരം ചെയ്യണം. ഒന്നുമില്ലാതെ വെറുതെ നടക്കുന്നവർ, അവരെ വെറുപ്പാണ്. അവരെ കുറിച്ചല്ല ഈ വർത്തമാനം, അവരെ കുറിച്ച് വർത്താനല്ല. അവരെ നമ്മൾ ഉപദേശിച്ചാൽ നന്നാക്കി ജോലിക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വിടേണ്ടതാണ്. അല്ലാത്ത കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന, എന്നാൽ ദരിദ്രനായി പോയ ആളുകളില്ലേ, അവരെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് നമ്മൾ വിവാഹം ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇഫ്ഫത്തിനെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വിവാഹം അനിവാര്യമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിവുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ വിവാഹം ചെയ്യണം. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ അത് നിങ്ങളെ സഹായിക്കും. വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ സംരക്ഷിക്കാൻ, അതിനെ ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ അത് നിങ്ങളെ സഹായിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. നാട്ടിൽ ഉണ്ടാകുന്ന ഫിത്നയും ഫസാദും തടുക്കാനുള്ള വഴി എന്താണ്? നാട്ടിലുണ്ടാകുന്ന കുഴപ്പം തടുക്കാനുള്ള വഴി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ലഹു ദീനഹു വഅമാനതഹു, നിങ്ങൾക്ക് തൃപ്തികരമായ ദീനുള്ള ഒരാൾ, നിങ്ങൾക്ക് തൃപ്തികരമായ വിശ്വസ്തതയുള്ള സത്യസന്ധനായ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ഒരാൾ നിങ്ങളോട് വിവാഹാന്വേഷണം നടത്തിയാൽ, നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചരോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ പെണ്ണിനൊന്ന് അന്വേഷിച്ചിട്ട് വിവാഹം ചെയ്തു തരുമോ എന്നൊരാൾ വിവാഹാന്വേഷണം നടത്തിയാൽ ഫസവ്വിജൂഹ്, നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കുക. അവിടെ നിർത്തിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ തഫ്അലൂഹു, അങ്ങനെ ചെറുപ്പക്കാർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ, വിവാഹം മുടക്കാനല്ല, വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ, ദുനിയാവിൽ വലിയ കുഴപ്പങ്ങളും ഫസാദും ഉണ്ടാകും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു പെണ്ണ് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു പെണ്ണ് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനിതാ എന്നെ തന്നെ താങ്കൾക്ക് സമ്മാനമായി നൽകുന്നു. അതായത് എന്നെ നിങ്ങൾ വിവാഹം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ വിവാഹം ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കാണുമ്പോൾ തല താഴ്ത്തും. എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി ആ പെണ്ണിനെ നോക്കി വീണ്ടും തല താഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പെണ്ണിനെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കുലുക്കി. അപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഇല്ലം തകുൻ ലക ഫീഹാ ഹാജ, താങ്കൾക്ക് ഈ പെണ്ണിനെ ആവശ്യമില്ലെങ്കിൽ, വിവാഹം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഫസവ്വിജ്നിഹാ, എനിക്ക് അവളെ വിവാഹം ചെയ്തു തരുമോ, ഞാൻ അവളെ കെട്ടിക്കോട്ടെ. ആണിന്റെ, ഒരു പുരുഷന്റെ മാനസികാവസ്ഥയും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നവർക്ക് ഈ ഹദീസ് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് വിവാഹം ചെയ്തു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ അടുക്കൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല നബി, എന്റെ കയ്യിൽ ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് തപ്പി നോക്കി, എന്തെങ്കിലും കിട്ടൂലേ? വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരെങ്കിലും. നിങ്ങൾ ആലോചിക്കുക, ഇരുമ്പിന്റെ ഒരു മോതിരെങ്കിലും കിട്ടോ? ആ സഹാബി വീട്ടിൽ പോയിട്ട് അരിച്ചു പെറുക്കി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒന്നുമില്ല. വലാ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം പോലുമില്ല. അല്ലാഹു അക്ബർ. ഫസക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു, മിണ്ടാതിരുന്നു. കുറച്ച് സമയം അവിടെ ഫസക്കത്ത തവീലൻ, കുറേ സമയം, കുറച്ചധികം സമയം മൗനത്തിലാണ്. കുറെ കഴിഞ്ഞ് ആ സഹാബി നിരാശയോടുകൂടി തിരിഞ്ഞു നടക്കാൻ, ആ ചെറുപ്പക്കാരനായ സഹാബി തിരിച്ചു നടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ചോദിച്ചു, നിന്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് വല്ലതുമുണ്ടോ? ആ സഹാബി പറഞ്ഞു, നബിയെ, ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി ഒന്നുകൂടി ചോദിക്കാൻ, നീ നിന്റെ ഖൽബിൽ ഹിഫ്ളാക്കിയിട്ട് ഖുർആൻ വല്ലതുണ്ടോ? സഹാബി പറഞ്ഞു, ഉണ്ട് നബിയെ, ഉണ്ട്. ഇന്ന സൂറത്തുകൾ എനിക്ക് കാണാതെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആ ഖുർആൻ നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് മഹർ. എന്നിട്ട് നീ വിവാഹം ചെയ്യും. അല്ലാഹു അക്ബർ. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെങ്കിൽ ഖുർആന്റെ സ്ഥാനം കുറഞ്ഞത് കൊണ്ടല്ല, മഹറായി ഹിഫ്ലായ ഖുർആൻ പഠിപ്പിച്ചിട്ടെങ്കിലും ആ ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ട്? അതിന്റെ പിന്നിലൊരു കാരണല്ലേ? എന്തായിരിക്കും കാരണം? മനുഷ്യൻ ഏറ്റവും കടുത്ത ഹറാമുകളിലേക്ക്, അവന്റെ ഈമാൻ സീറോയിലെത്തുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ, ഒരു പെണ്ണ് പോകരുത് എന്നതുകൊണ്ടാണ്. മനുഷ്യന്റെ കുലം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അവന്റെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയാണ്. ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ചെറുപ്പക്കാരെ സന്തോഷിക്കുക, വിവാഹം ആഗ്രഹിക്കുന്ന, അന്വേഷിക്കുന്ന, ദീനുള്ള സ്വാലിഹത്തായ പെണ്ണിനെ ആഗ്രഹിക്കുന്ന, അന്വേഷിക്കുന്നവരെ സന്തോഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, അല്ലാഹു സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കാണ്, അല്ലാഹു അവരെ സഹായിക്കും, നിങ്ങൾ പേടിക്കണ്ട. 3 വിഭാഗം ആളുകൾ. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നാകിഹുൽ ലദീ യുരീദുൽ അഫാഫ്, തന്റെ ശരീരം താൻ ഹറാമിൽ പോകരുത് എന്ന് പേടിച്ചുകൊണ്ട്, ഭയങ്കര തന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, വലിയ ഫഖറും അഹങ്കാരവും കാണിക്കാനല്ല, താൻ ഹറാമിൽ പോകരുത് എന്നാഗ്രഹിച്ച് വിവാഹം അന്വേഷിക്കുന്ന ഒരുത്തൻ, അവനെ അള്ളാഹു സഹായിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെട്ട ജീവിതം നയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസല്ലി അല്ലാഹുമ്മ അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ഉള്ളവരെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിന് ഇത്രയേറെ പ്രാധാന്യവും സ്ഥാനവും നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം, ഹറാമായ വ്യഭിചാരത്തിൽ നിന്ന്, ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നിക്കാഹ് എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് ഏറെ വൃത്തികെട്ട ഒരു മാർഗമാണ്, അത് ഏറെ മോശമായ ഒരു വഴിയാണ് എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു ശിർക്കുമായി ചേർത്തിട്ടാണ് വ്യഭിചാരിണികളെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, വ്യഭിചാരിയായ ഒരു പുരുഷൻ അവന് യോജിച്ചത് ആരാണ്? ഒന്നുകിൽ വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, ഔ മുശ്രിക, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കത്തായ പെണ്ണ്. നിങ്ങൾ ആലോചിച്ച്, അവർക്ക് അത്രയും ഖബീസായ, മ്ലേച്ഛമായ വഴിയാകുന്നു നിക്കാഹിനപ്പുറത്തുള്ള വൈവാഹികേതരമായ ഹറാമിന്റെ ബന്ധങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചതാണ്. എന്താണ് അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത്? അൽ ഖബീസാതു ലിൽ ഖബീസീൻ. ഖബീസ്, എന്താ ഖബീസ് എന്ന് പറഞ്ഞാൽ? വേസ്റ്റ്, ചവർ. അല്ലാഹു അങ്ങനെയാണ് ഉപയോഗിച്ചത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ വൃത്തികേടുകൾ കണ്ട് സിന ചെയ്യുന്ന ആളുകൾ അൽ ഖബീസൂൻ, മ്ലേച്ഛന്മാർ. അല്ലാഹു അക്ബർ. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദീനിന്റെ പകുതിയായ നിക്കാഹിനെ പലരും തള്ളിക്കളയുന്നത്. വേറെ പല കാരണങ്ങളും പരസ്യമായി പറയും. ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് സമൂഹത്തിലെ അവസ്ഥ അത്ര അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് റബ്ബ് എന്താണ് പറഞ്ഞത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. തൗഹീദ് ആദ്യം പറയാൻ, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ, അല്ലാഹു ഒരു പടപ്പിനോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ.
വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ ഒന്നിനെയും കൊലപാതകം ചെയ്യാത്തവർ. ഏറ്റവും വലിയ തെറ്റ് അല്ലേ? ശിർക്ക്, ബഹുദൈവാരാധന, പിന്നെന്താ? കൊലപാതകം. മൂന്നാമത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവർ. ചെറിയ കാര്യമാണോ? വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ ഒരു പുകയായി അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനത് അവസാനിപ്പിച്ച് കഴിയുമ്പോഴേ അവന്റെ ഈമാൻ തിരിച്ചു വരുള്ളൂ. ഈമാൻ ഇല്ല അവന്. ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ടൊരുത്തന് വ്യഭിചരിക്കുക സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. ചെറിയ കാര്യമല്ല. ഇങ്ങനെയുള്ള ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ വിവാഹം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ അവസ്ഥ പറഞ്ഞതിന് ശേഷം പറയാൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഈ മൂന്ന് തിന്മകൾ ചെയ്താൽ, ബഹുദൈവ ശിർക്ക്, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ പാപിയായിട്ടാണ് അവൻ കണ്ടുമുട്ടുക. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ ശിക്ഷ ഇരട്ടിപ്പിക്കുന്നതാണ്. ശിക്ഷ ഇരട്ടിക്കുന്ന കാര്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദ്യനായി അവൻ നരകത്തിൽ കഴിയേണ്ടി വരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇല്ലാ മൻ താബ വആമൻ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഈമാൻ പുതുക്കി, വഅമില അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് റബ്ബിലേക്ക് മടങ്ങിയവർ ഒഴികെ അല്ലാത്തവർക്ക് നിന്ദ്യരായി നരകത്തിൽ കഴിയേണ്ടി വരുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തിന്മകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا أرحم الراحمين. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.